മരിക്കാൻ വേണം മനുഷ്യന്. ഇപ്പൊ കറണ്ട് പോയില്ലേ? കറണ്ട് പോവേ? ഇല്ല. ഇവക്ക് ഇതെന്ത് പറ്റി? ഞാൻ റൂം മാറാൻ പോവാ. ഇവിടെ നിന്ന് എനിക്കും കൂടി വട്ടമേ ഉള്ളൂ. Obturator foramen, triangle shape, and that is greater sciatic notch. ഇത് രണ്ടും സ്ത്രീകളിൽ മാത്രമാണ് കാണുന്നത്, which confirms കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണ്. നടക്കുന്നതിന് കുറച്ച് ദിവസം മുൻപാണ് ഞാൻ സാറെ പരിചയപ്പെടുന്നത്. സാറ് വാസ് റിയലി സ്പെഷ്യൽ. കോളേജിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പരിചയപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ അടുത്ത ആരാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഞങ്ങൾ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ സാറ്റർഡേ ആയ പേടിയാണ്. രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കയറി വരിക, ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകാൻ. ഈ സാധാരണ റാഗിങ് പോലെ ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പാടിക്കുക, അതൊന്നും ആയിരുന്നില്ല അവരുടെ പരിപാടി. പേടിപ്പിക്കുക. അവർ വരുന്നുണ്ടെന്നറിയുമ്പോൾ സാധാരണ മുറി കയറി വാതിലടച്ചിരിക്കാറാണ് പതിവ്. പക്ഷെ അന്ന് ഞാൻ അവരുടെ കൈപ്പെട്ടു. അളിയ ദാസൻ ചെക്കന് കാര്യം പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ അരവിന്ദേ, നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നറിയോ? എങ്ങോട്ടാ? ഓൾഡ് മോർച്ചറി. ആ, ഓൾഡ് മോർച്ചറി. പണ്ടി ആർക്കും വേണ്ടാത്ത ശവങ്ങളെ കൊണ്ട് തള്ളിയിരുന്ന സ്ഥലമാണ് അവിടെ. ആത്മഹത്യ ചെയ്തവര്, കൊലയപ്പെട്ടവര്, അങ്ങനെ പലരും. ഒരിക്കൽ നിന്നെപ്പോലെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് രാത്രി ആ വഴി പോയപ്പോൾ മോർച്ചറിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആരാന്നറിയാൻ വേണ്ടി ആ ചെറുക്കൻ അങ്ങോട്ട് ഓടിക്കേറിയപ്പോൾ ആരെയും കണ്ടില്ല. തിരിച്ചിറങ്ങാൻ വേണ്ടി മോർച്ചറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാനും പറ്റിയില്ല. അടുത്ത ദിവസം വാച്ച്മാൻ അങ്ങോട്ട് വന്നപ്പോൾ കണ്ടതെന്തുവാ? അവിടെ അങ്ങനെ കിടക്കുക. ഭാഗ്യം കൊണ്ട് ചത്തില്ല. പക്ഷെ പിന്നീട് ആരും അങ്ങോട്ട് പോവാതായി, പ്രത്യേകിച്ച് രാത്രിയിൽ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് പ്ലേസ്. ഇങ്ങോട്ട് വരാം. വാ, നടക്ക്. എല്ലാം പറഞ്ഞോ? മോർച്ചറിയുടെ അകത്ത് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേ,
ഇതുപോലൊരു ബോള് മോർച്ചറിക്കകത്ത് എവിടെയോ ഉണ്ട്. അനിയൻ മോർച്ചറിക്കകത്ത് പോവുക, കണ്ടുപിടിക്കുക, കൊണ്ടുതരിക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ചേച്ചി പ്ലീസ്. ഇങ്ങനെ പേടിക്കാതെടാ. ഒരു ഡോക്ടർ ആകുമ്പോ വേണ്ടത് നല്ല ധൈര്യമൊക്കെ അല്ലേ? എന്നാലല്ലേ കൈവിറക്കാതെ കത്തി പിടിക്കാൻ പറ്റൂ. എന്നാ ഇനി സമയം കളയണ്ട, വിട്ടോ. ആ പോക്കോ. പേടിക്കണ്ടാ, ഞങ്ങളിവിടെ ഉണ്ട്, ധൈര്യമായിട്ട് തപ്പിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട ഷാനു. നിന്നോടൊക്കെ പല തവണയായി ഞാൻ പറയുന്നു, പിള്ളേരെ പേടിപ്പിക്കുന്ന ഈ കളി കളിക്കരുതെന്ന്. അനുസരിക്കരുത്. ഇല്ല സാർ. എന്താന്ന്? അനുസരിക്കില്ല സാർ. ക്ഷണിക്കണ്ട, ഇത് തമാശയല്ല. ഐ എം ഡാം സീരിയസ്. മനസ്സിലായോ? ഇന്നലെ മോർച്ചറിയിൽ കിഴങ്ങൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സമാധാനം പറയേണ്ടത് ഞാനാ. നിങ്ങളാരും വെറും MBBS സ്റ്റുഡൻസ് അല്ല. യു ആർ ഓൾ ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കും. വേളപ്പാ സർ, ഇനി എങ്ങാനും ഓമാരുടെ കള്ളും വാങ്ങി കുടിച്ച് ഇമാതിരി പോക്കരുത്തരത്തിന് കൂട്ടുനിന്ന പെൻഷൻ പോലും കിട്ടാതാക്കി വീട്ടിൽ ഇരുത്തും ഞാൻ. എല്ലി കെൽസ കുതിരേനു ശരിയാ പറഞ്ഞില്ലേ? അയ്യോ പോറ്റി സാറ്. സാർ ഈ വേലപ്പണ്ണം കുറ്റക്കാരനാണെങ്കിൽ സാറും കുറ്റക്കാരനാണ്. സാറ് പറഞ്ഞില്ലേ പോക്കരുത്തരൊന്ന്? അതിന്റെ ഐഡിയ ആദ്യം പറഞ്ഞെന്ന് ആരാ? സാറാ. എപ്പോ? എങ്ങനെ? സാറ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സാർ കോളേജ് പഠിക്കുന്ന കാലത്ത് സീനിയർ സാറിനെ മോർച്ചറിക്കകത്ത് പൂട്ടിയിട്ടതും മോർച്ചറി ക്ലീൻ ചെയ്യിപ്പിച്ചതൊക്കെ. അതെ, കഴിഞ്ഞ ദിവസം ചാനൽ ഇന്റർവ്യൂലും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അത് ബന്ധമുണ്ടല്ലോ. ഡോക്ടേഴ്സ് ആവുമ്പോ നല്ല ധൈര്യം കാണിക്കണമെന്ന് സാറ് എന്നല്ലേ പറയാറ്? അന്ന് സാറിന്റെ സീനിയർ സാറിന് ധൈര്യം വരാൻ വേണ്ടി സാറിനോട് ചെയ്തത് കാലത്തിനനുസരിച്ച് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി ഞങ്ങൾ ഈ കിഴങ്ങനോട് ചെയ്തു. എന്റെ പൊന്നു മക്കളെ, അന്നത്തെ പോലെയല്ല ഇന്ന്. കാലം മാറി, നിയമം മാറി. നാളെ ഈ കിഴങ്ങൻ പോയി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്താ നീയൊക്കെ തെണ്ടി കുത്തുവാള എടുക്കും. എന്റെ ജോലിയും പോകും. അതിന് ഈ കിഴങ്ങൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് വേണ്ടേ? ഉണ്ടോടാ കംപ്ലൈന്റ്? ഉണ്ടോടാ കംപ്ലൈന്റ്? ഉണ്ടോടാ ചോദിച്ച കേട്ടില്ലേ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറയണം. ഉണ്ടോന്ന്? നോ സർ. ഉറപ്പല്ലേ? യെസ് സർ. അപ്പൊ പ്രോബ്ലം സോൾവ് ആയ സ്ഥിതിക്ക് ഞങ്ങൾ പൊക്കോട്ടെ പോറ്റി സാർ. പൊക്കോ. താങ്ക് യു. ബെസ്റ്റ്. അപ്പൊ നീ ഒന്നും കേട്ടില്ല? പിന്നെ വേറെ പണിയില്ലല്ലോ. നീ കേട്ടില്ലേ? സ്ഥലം മാറ്റിയ ഡോക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനെ നിയമിക്കാം. കോളേജ് മാനേജ്മെന്റിനോട് പറയാൻ തുടങ്ങിയിട്ട് 2 മാസമായി. അവര് പറയുന്നത് സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണെന്ന്. ഈ ആവശ്യം പറഞ്ഞൊരു നിവേദനം സാറിന് അയച്ചിട്ടുണ്ട്. നിവേദനം അയച്ചിന്നെങ്കിൽ 18 ദിവസമായി. ഇതുവരെ ഒരു റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. അത് കണ്ടിട്ടുണ്ടാവോ? അതെങ്ങനെയാ? ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ? മന്ത്രി കണ്ടിട്ടില്ലായിരിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് ദിവസം ആയിരക്കണക്കിന് രോഗികളാണ് സാർ ഒഴുകിയെത്തുന്നത്. അതവിടെ സൗജന്യ ചികിത്സ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. പുതിയ മെഡിക്കൽ കോളേജിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ സ്ഥലം മാറ്റുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ മെഡിക്കൽ കോളേജ് രോഗികൾ നോക്കുന്നത് ലീസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള PG ഡോക്ടേഴ്സും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹൗസ് സർജൻസും മറ്റ് വിദ്യാർത്ഥികളുമാണ് സാർ. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുന്നതിൽ ആരോഗ്യമന്ത്രി കാണിക്കുന്ന ശുഷ്കാന്തി കോളേജിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതിലും കാണിക്കണം സർ. ഇല്ലെങ്കിൽ we will go on indefinite strike. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഇല്ലാതാവും. പിന്നെ സമരം ചെയ്യാൻ പോകുന്നത് സാറിനെ ജയിപ്പിച്ച ജനങ്ങളായിരിക്കും. ഇലക്ഷൻ എടുത്തു വരുന്ന സമയം സാറേ, കാര്യങ്ങൾ വേഗം ഒത്തീർപ്പാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാർ കാര്യങ്ങളല്ലേ, എല്ലാം ഒരു സിസ്റ്റം വഴിയേ പോകൂ. നിങ്ങളുടെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് സാർ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജോലിയും ആരോഗ്യ സാഹചര്യങ്ങളും നോക്കി ജനങ്ങൾ മടുത്തു വെറുത്ത് രാജ്യം വിട്ടു പോകുന്നത്. ക്ഷമേ സർ, സമയമായി. ആരോഗ്യമന്ത്രിയെ തടഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കേസ് ചുരുളഴിയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി സാറ ഈപ്പനാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. മാനവ സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വീപ്പയ്ക്കുള്ളിൽ കോൺക്രീറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു അവശിഷ്ടങ്ങൾ. അതിൽ നിന്ന് കിട്ടിയ ടേബിൾ ടെന്നീസ് ബോളിന്റെ ഫിംഗർ പ്രിന്റിലാണ് കൊല്ലപ്പെട്ടത് സാറ തന്നെയാണെന്ന് ഫോറൻസിക് ടീം സ്ഥിരീകരിച്ചത്. കൊല്ലപ്പെട്ടത് 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണെന്നും ഫോറൻസിക് സർജൻ ഡോക്ടർ നാരായണാചാര്യ മൂർത്തി വ്യക്തമാക്കി. 2018 മാർച്ച് 24 അർദ്ധരാത്രിയാണ് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ സാറ ഈപ്പനെ കാണാതാവുന്നത്. ഈ നരഹത്യ നടന്നത് LDP സർക്കാരിന്റെ കാലത്താണ് എന്ന് ആഭ്യന്തരമന്ത്രി ശശീന്ദ്രൻ മുല്ലയ്ക്കൽ ചൂണ്ടിക്കാട്ടി. ക്രിയാത്മകവും കാര്യക്ഷമവുമായ ആഭ്യന്തര വകുപ്പിന്റെ വിജയമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന് പിന്നിൽ ആര്? ഈ കൊല ചെയ്തത് എന്തിന്? ഇന്നലെ മമ്മ വിളിച്ചപ്പോൾ സാറേ തിരക്കി കേട്ടോ. നമ്മൾ ഒരേ നാട്ടുകാരാണ്, രണ്ടുപേരും RC, വി ആർ ഡോക്ടേഴ്സ്. സാറൊക്കെ ഓക്കെ ആണെങ്കിൽ ഐ എം ഓൾറെഡി കമ്മിറ്റഡ്. ഇന്നലെ ഷാജി സാർ നിന്നെ പ്രപ്പോസ് ചെയ്തു. ചെയ്തു. നിനക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു. വെറുതെ ആയിരിക്കും അല്ലേ? അല്ല, വെറുതെ മാം, ഇതൊന്ന് ചെയ്തോ? ഈ നടക്കണം. ആ കൺമണിക്ക് ഈ മാസം നൈറ്റ് ഷിഫ്റ്റ് ആയിപ്പോയി. അവളുണ്ടെങ്കിലും ഒരു രസമുണ്ട്. ഒന്ന് പോടർക്ക. നിന്റെ ആള് ക്രിസ്ത്യാനിയാണല്ലേ? ആരായാലും നിനക്കെന്താ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ എന്നെ വെറുപ്പിക്കല്ലോ കേട്ടോ. ഇനി എനിക്ക് നിന്നോട് പറയണം തോന്നുമ്പോ ഞാൻ നിന്നോട് പറയാം കേട്ടോ. എടാ സൂക്ഷിച്ചു കൊണ്ടുപോകണം. പതുക്കെ സൂക്ഷിച്ച്. അപ്പൊ നിനക്ക് ആളുണ്ട്. ആ ഉണ്ട്. പറയാതെന്തേ നീ വിധിയിലെറിഞ്ഞു പോ. എങ്ങോട്ടാ? ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? നെല്ലിയാമ്പതിക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ്. എന്ന് വരും? 5-6 ദിവസം കഴിയും. 5 6 അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഞാൻ നിന്റെ ജാട കാണാൻ വന്നല്ല, ഒരു കാര്യം പറയാൻ വന്നോ. ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാ. ജാതി മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നിനക്കും പ്രശ്നമല്ലാന്ന് എനിക്കറിയാം. എന്നാലും നീ നല്ലോണം ഒന്ന് ആലോചിക്കും. ലൈഫിന്റെ കാര്യല്ലേ, ഡിസിഷൻ തെറ്റിപ്പോണ്ട. ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോ എനിക്കുള്ള മറുപടി അകലേക്കകന്നൊരു വീരേ. ഷാനുക സാറെ കാണാനില്ല. ഷീസ് മിസ്സിംഗ്. സാറേ സാറേ അവൻ ചത്തു സാറേ. നീയൊക്കെ കൂടെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടോ അതാ അറുത്ത് തിന്നാലാ. നീ പോടാ കൊണ്ട്. പിള്ളേരെ അടിക്കുന്നില്ല, നിന്നെ അടിക്കട്ടാ.
തിന്നാം. ഞാൻ പറയുന്നതിലാണ് കുഴപ്പമില്ല. മുല്ലക്കൽ സ്കൂളിലെ ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളിൽ ഒരാൾ മരണപ്പെട്ടു. 5ാം ക്ലാസ് വിദ്യാർത്ഥി കാളിദാസാണ് മരണപ്പെട്ടത്. മുല്ലക്കൽ സ്കൂളിലെ ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് കഴിഞ്ഞ ദിവസം 100ഓളം വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. LDP സർക്കാർ നടപ്പിലാക്കിയ മിഷൻ ഓർഗാനിക് കേരള എന്ന പദ്ധതിയുടെ പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തോമസ് ലൂക്ക രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നാടിനെ നടുക്കിയ ദാരുണ സംഭവത്തിൽ കണ്ണീരോടെ മുല്ലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുരുന്ന മനസ്സുകളുടെ ജീവനെ ഒട്ടും വില കൽപ്പിക്കാത്ത ഭരണവർഗത്തിന്റെ അലംഭാവപൂർണമായ നടപടി പൊലിഞ്ഞു വീണത് കാളിദാസ് എന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവനാണ്. വാർഡിൽ ഈ അനസ്തെറ്റിക് ഡ്രഗ് എങ്ങനെ വന്നു? ഒരു സാധാരണക്കാരന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് അല്ല ഇത്. സീ ദിസ്. അന്ന് ഡോക്ടേഴ്സ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്. ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് മുല്ലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ മെസ്സേജ് കണ്ടിട്ടാണ് ഞങ്ങൾ എമർജൻസി സെല്ലിൽ എത്തുന്നത്. പക്ഷെ അന്നേരം അവിടെ ആരും അഡ്മിറ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ സം ടൈം ദേ റഷ്ഡ് ഇൻ. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അഡ്മിറ്റ് ചെയ്തെന്ന് മെസ്സേജ് വരുന്നു. നോട്ട് ഇൻ വൺ ഗ്രൂപ്പ് ബട്ട് മെനി വാട്സപ്പ് ഗ്രൂപ്പ്സ്. അതും ഒരേ സമയത്ത്. ദിസ് ഇസ് എ മർഡർ ആൻഡ് വെരി മച്ച് പ്രീ പ്ലാൻഡ്. ആൻഡ് ഐ എം ഷുവർ ഡോക്ടർ ദർ ഇസ് എ മെഡിക്കൽ പേഴ്സൺ ഇൻവോൾവ്. ഇങ്ങനൊരു ക്രൂവൽറ്റി ചെയ്ത ക്രിമിനൽ മൈൻഡ് നമുക്കിടയിൽ ആരുടേതാണെങ്കിലും അത് കണ്ടുപിടിക്കണം. ആൻഡ് ദർ ഇസ് സംതിങ് ബിഗ് ഹൈഡിങ് ബിഹൈൻഡ് ദിസ് ക്രൈം ഡോക്ടർ. സം ബ്ലഡി ബിഗ് പ്ലാൻ. കാളിദാസന്റെ മരണത്തെക്കുറിച്ചുള്ള സാറയുടെ ഫൈൻഡിങ്സ് എല്ലാം ഇമെയിൽ അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ ആർക്കും ആ മെയിൽ അവൾ സെൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഡ്രാഫ്റ്റ് മെയിലായി ഇത്ര നാളും കിടന്നു. ഡോക്ടർ റബേക്കയുടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തതാവാം. ബട്ട് കൺഫർമേഷൻ കിട്ടുന്നതിന് മുൻപേ ഷി വാസ് കിൽഡ്. മൈക്കിൾ ജാക്സൺ മരിച്ചത് ഈ സെയിം ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ്. ഓവർഡോസായ റെസ്പിറേറ്ററി ഫെയിലിയർ ഫോളോഡ് ബൈ കാർഡിയാക് അറസ്റ്റ്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പിന്നെ ഇത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? നോർമലി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അനസ്തെറ്റിക് ഡ്രഗ്സ് ഒന്നും സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും സസ്പീഷൻ ഓർ ഡൗട്ട് പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. സാറാ പോയിന്റ് ഔട്ട് ചെയ്തു. റബേക്ക പറഞ്ഞില്ല, പോറ്റി സാർ കണ്ടില്ല. പോറ്റി സാർ അങ്ങനെ ചെയ്യില്ല. എനിക്ക് വിശ്വാസമില്ല. ദിസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈസ് കുക്ക്ഡ് അപ്പ്. വെറുതെ വിടരുത് ഷാനിക്ക. എടുത്ത് ചാടണ്ട ആരും. വെറുതെ വിടില്ലേ. ഓർഡറിൽ തന്നെ പോവാം.
മാഡം പഴയതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഓർമ്മ വരും, വരണം. 2017 2018 ഇടയ്ക്ക് ഇവിടെ 1201 കൺസ്ട്രക്ഷൻസ് നടന്നത്. അതിൽ 671 എണ്ണം മാർച്ച് 25 ശേഷമാണ് തുടങ്ങിയത്. ടു ബി പ്രിസൈസ് ഓഗസ്റ്റ് 16 ശേഷം, ചിങ്ങമാസം. 350 എണ്ണം മാർച്ച് 25 മുമ്പ് കഴിഞ്ഞു. ബാക്കിയുള്ള 180 എണ്ണത്തിൻ്റെ ലിസ്റ്റായത്. ആ കെമിസ്ട്രി ജയൻ ഒരു 15 കോൺട്രാക്ടേഴ്സിൻ്റെ കമ്പനിയുടെ പേര് എന്നാണ് റെഡിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. 72 എണ്ണം. കെമിസ്ട്രി ജയൻ്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ആവാത്ത സ്ഥിതിക്ക് ഇനി ആരാണ് സാർ? ജയനെ വിട്ടുകളായി വരട്ടെ. അയാൾ ഒറ്റയ്ക്കല്ല കൃത്യം നടത്തിയതെങ്കിൽ ഇഫ് ഹി ഹാഡ് എ പാർട്ണർ ഇൻ ക്രൈം, അയാളുടേതാണ് ബോളിലെ ഫിംഗർ പ്രിന്റെങ്കിലോ? ശ്യാമേ, ക്രൈം റെക്കോർഡ്സിൽ ആ സാറാ ഈപ്പൻ മിസ്സിംഗ് കേസ് ഫയൽ കാണാനില്ല. അതിന് ഞാൻ എന്ത് വേണം? ഓഹോ, ഇയാളല്ലേ അന്വേഷിച്ചത്? സത്യം പറ, അതെടുത്ത് വിറ്റോ? സാറേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ ചൊറിഞ്ഞോണ്ടാ സൈബർ സെല്ലിൽ വന്നിരിക്കുന്നത്. സസ്പെൻഷൻ കിട്ടാത്ത ഭാഗ്യം. ഇതിലും ഭേദം സസ്പെൻഷൻ ആയിരുന്നു. ഡെസ്കിൽ വന്ന് കുത്തിയിരിക്കാനല്ല ഞാൻ പോലീസായത്. പിന്നെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തിരിച്ചങ്ങ് വരും. ആരടിച്ചു അല്ലേ സാറേ? സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുത്തവനാണ് നാറി. ചത്തുപോകാൻ വേണ്ടി ചെയ്താല, പക്ഷെ ചാവേണ്ടവനാണ്. സാറാ ഈപ്പൻ മിസ്സിംഗ് ആയി വിതിൻ അവേഴ്സ് 4 പേർ കസ്റ്റഡിയിൽ. ഡോക്ടർ കുഞ്ചറിയ, ഡോക്ടർ ദാസ്, ബോണി, വാച്ച്മാൻ വേലപ്പൻ. കസ്റ്റഡിയിൽ എടുത്തത് SI ശ്യാംലാൽ. Am I right? What next? ഷാനുക്ക, ആയമ്മ കണ്ടു. ആ, ആയമ്മ ക്ലാസ് നിർത്തി ഇറങ്ങി. പാനിക്കാണ് ഷാനുക്ക. പോറ്റിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത് പോറ്റി സാറല്ല. പ്രശ്നമുണ്ട്. നീ എത്ര പെട്ടെന്ന് അങ്ങോട്ട് വാ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു. യു സീംസ് ടു ബി വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഇല്ല. Are you sure? Yeah. നിർത്തി, ഇറങ്ങണ്ട.